നമുക്ക് ഇനി സുധീഷ് ഗോപാലിലേക്ക് പോകേണ്ട. സുധീഷ് ഗോപാൽ അവിടെ ഒരു NDA സ്ഥാനാർത്ഥിയുമായി അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. MJ ജോബിനൊപ്പമാണ് സുധീഷ് ഗോപാൽ ചേരുന്നത്. സുധീഷ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കും. തീർച്ചയായും ഇത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന MJ ജോബാണ് എന്നോടൊപ്പമുള്ളത്. പാരമ്പര്യമുള്ള വിവിധ സ്ഥാനങ്ങൾ കോൺഗ്രസിലും DICയിലും എല്ലാം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ നിന്നും അദ്ദേഹം BJPയിലേക്ക് അണിചേർന്നത്. അദ്ദേഹത്തെ ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥിയായി തീർച്ചയായും അവിടെ താമര വിരിയും എന്ന പ്രതീക്ഷ തന്നെയാണ് NDAയ്ക്കുള്ളത്. അദ്ദേഹം ഇപ്പോൾ ശക്തമായ പ്രചരണ ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം? ഒരു 10-35 വർഷക്കാലമായിട്ട് ഒരു രാഷ്ട്രീയ മത്സരം നടക്കാത്തൊരു സ്ഥലമാണ്. രാഷ്ട്രീയ പ്രബുദ്ധമായ ജില്ലയാണ് ആലപ്പുഴ ജില്ല. രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു ജില്ലയാണ് ആലപ്പുഴ മണ്ഡലവും. രാഷ്ട്രീയ പ്രബുദ്ധമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതാക്കന്മാർ തമ്മിലുള്ള ഒത്തുകളി നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നാൾ വഴിയിലെടുത്ത് പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ, കഴിഞ്ഞ 35 വർഷക്കാലമായി ആലപ്പുഴയിൽ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ഒരു രാഷ്ട്രീയ പോരാട്ടം ശ്രമിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ NDA മുന്നേറുമെന്ന് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാൻ മേഖലയാണ്. അവിടെ സ്വാഭാവികമായും ഒരുപാട് വികസന പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാനല്ലേ സാധ്യത? 100% ചർച്ചയാവും. 2000 കോടിയുടെ വികസനം കൊണ്ടുവന്ന് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ MLA മത്സര രംഗത്ത് വന്നിരിക്കുന്നത്. 30 വർഷമായി മൊത്തം തുക കൂട്ടി നോക്കിയാൽ 1000-1500 കോടി ആവില്ല. ആ വികസനം തന്നെ വളരെ ദയനീയമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോമളപുരം സ്പിന്നിങ്ങിലുള്ള സ്ഥലം അത് ദയനീയമായി കിടക്കുന്നു. എക്സൽ ഗ്ലാസ് എന്ന് പറയുന്ന ആ മഹാപ്രസ്ഥാനം ഇല്ലാതായിരിക്കുന്നു. ഹോങ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വളരെ മരുന്ന് ഉൽപാദനം തുടങ്ങി എന്നാണ് പറഞ്ഞത്. പക്ഷേ വരുന്ന 2-3 വർഷം കൊണ്ട് പോലും ഹോമിയോയുടെ ഒരു ഗുളിക പോലും ആ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാകത്തില്ല. ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ കുറെ ആക്രി സാധനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓട്ടോകാസ്റ്റിൽ അവിടുത്തെ മിഷനറികൾ പറിച്ചു വിറ്റാണ് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ KSTP ദയനീയമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. EMS സ്റ്റേഡിയം എടുത്ത് പരിശോധിച്ച് അവിടുത്തെ MLA ചെയർമാനായിട്ട് ഉണ്ടാക്കിയ EMS സ്റ്റേഡിയത്തിൽ നിങ്ങൾ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ദയനീയമായ ഒരു സ്റ്റേഡിയത്തിൽ കണ്ടെത്താൻ കഴിയും. ആലപ്പുഴ തകർന്ന് തരിപ്പണമാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ട് ജയിച്ചു വന്നവരാണെങ്കിലും CPMന്റെ നേതാക്കന്മാരാണെങ്കിലും വികസനം എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ പത്രങ്ങളിലൂടെയും അതുപോലെ നോട്ടീസിലൂടെയും ജനങ്ങളെ അറിയിക്കുന്നതല്ലാതെ അവിടെ ഒരു വികസനവും ഇല്ല. അവിടെ ഫ്ളാറ്റ് നിർമ്മാണം 42 കോടി രൂപ മുടക്കി മണ്ണഞ്ചേരിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ഒരു ഫ്ളാറ്റ് പോലും നിർമ്മിച്ചിട്ടില്ല. അവിടെ ഒരു അടിത്തറയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ 4.25 കോടിയാണ്, 42 കോടിയല്ല, 4.25 കോടി രൂപ പിണറായി വിജയൻ എന്ന് പറയും മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് 42 കുടുംബങ്ങൾ വഴിയാധാരമായി കിടക്കുന്ന ഇവിടെ മണ്ണഞ്ചേരി. ഇങ്ങനെ ആലപ്പുഴ നിയമമണ്ഡലത്തിൽ അതിദയനീയമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല. അത് മാത്രമല്ല വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. കയർ മേഖലയും കൂടാണ്. കയർ മേഖലയിലെ അവസ്ഥ ഇപ്പം വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുക. അപ്പോൾ ആ കയർ മേഖലയിലെ തൊഴിലാളികൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനൊപ്പം മുമ്പൊക്കെ നിന്നിട്ടുള്ളതാണ്. അവരും സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ച യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വോട്ട് ചെയ്യാനല്ലേ സാധ്യത? കൊല്ലം കശുവണ്ടിയുടേതാണെങ്കിൽ ആലപ്പുഴ കയറിൻ്റെതാണ്. പക്ഷേ ആലപ്പുഴയിലെ കയർ മേഖല തകർന്ന് തരിപ്പണമായെന്ന് മാത്രമല്ല ആ മേഖലയിൽ പണിയെടുത്ത മുഴുവൻ തൊഴിലാളികളും മുഴുപട്ടിണിയിലാണ്. അവർക്കൊരു ആശ്വാസം എത്തിക്കാൻ ഈ 10 വർഷം അധികാരത്തിരുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പഴയ മാരാരിക്കുളം മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ. വലിയ അട്ടിമറി VS അച്യുതാനന്ദനെ പോലും പരാജയപ്പെടുത്തിയ ഒരു മണ്ഡലം ഉൾപ്പെടുന്ന മേഖലയാണ്. അവിടെ ഒരു അട്ടിമറി സാധ്യതയുണ്ടോ? തീർച്ചയായും ചുരുങ്ങിയ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ജനങ്ങളോട് ശരിയാവണ്ണം വികസന പ്രവർത്തനങ്ങളിലുണ്ടായ തകർച്ച, ക്ഷേമ പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ടായ തകർച്ച, രാഷ്ട്രീയമായി നേതാക്കന്മാരുടെ ഒത്തുകളിയിലൂടെ തോമസ് ഐസക്കിന്റെ കാലം തൊട്ട് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന നിമിഷം വരെ കോൺഗ്രസ് പാർട്ടി
CPM-ന്റെ നേതാക്കന്മാർക്ക് വിജയിക്കാനുള്ള സ്ഥാനാർത്ഥിയെ ഉത്പാദിപ്പിച്ച് നൽകുന്ന ഒരു ദയനീയ കാഴ്ചയാണ് കാണാനുള്ളത്. നിങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പം KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് രാജിവെച്ചിട്ടാണ് BJP-യിലേക്ക് വന്നത്. BJP വന്ന NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവിടെ പ്രവർത്തകരുടെ ഒരു പിന്തുണ അത് എത്രത്തോളം 100% ആത്മാർത്ഥതയോടെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന BJP NDA പ്രവർത്തകരാണ് അവിടെ ഉള്ളത്. എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ആ പ്രവർത്തകരുടെ അവർ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ വളരെ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞാൻ പ്രവർത്തിച്ച് വന്നതെന്ന് ഞാൻ പറയുന്നു. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ആലപ്പുഴയിൽ റോഡിൽ പൂക്കുറ്റിയടിയല്ലാതെ ഫീൽഡിൽ ഒരു വർക്ക് നടക്കുന്നില്ല. ബീഹാറാക്കാൻ, ഈ ആലപ്പുഴ ജില്ലയെ ബീഹാറാക്കാൻ ചില നേതാക്കന്മാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് അക്ഷരത്തിൽ നടത്താം. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥിയായി MJ ജോബ് മത്സരിക്കുന്നത്. NDA പ്രവർത്തകരുടെ എല്ലാ സമർപ്പണ ബോധത്തോടെയുള്ള സഹകരണം അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസവും നൽകുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേരാം.